എന്നാലും റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷയ്ക്ക് ഇത് കൊള്ളാമോ? പൊക്കിക്കൊണ്ട് നടന്നതാണ് കോൺഗ്രസിനെയും സതീശനെയൊക്കെ. ഇപ്പോൾ ഒറ്റയടിക്ക് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ അദ്ദേഹം ആ കൊട ഇട്ടങ്ങ് ഉടച്ചൊക്കെയാണ് എന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ്. ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടോ? ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പ്രതിപക്ഷം ശക്തമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും അതൊന്നുമില്ല. ഈ പാർട്ടി നന്നാവത്തില്ല, അതിന് സംശയമൊന്നുമില്ല കേട്ടോ. ഇത് നന്നാവാൻ പോകുന്നില്ല. കാരണം ഈ ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് ഇതേപോലുള്ള ഒരാഴ്ച പണി അണികൾ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്താ പ്രയോജനം? അതെ, പ്രതിപക്ഷം ഉണ്ടോ ചോദിക്കുന്നത് ഇടതുപക്ഷക്കാരൊന്നും അല്ല. ഇടതുപക്ഷത്തിന് കോൺഗ്രസിന് വേണ്ടി കുറ്റം പറയുകയും അവർക്ക് വേണ്ടി ഫോർവേഡ് കളിച്ചുകൊണ്ടിരുന്ന കെമാൽ പാഷ തന്നെ ഒടുവിൽ സതീശൻ്റെയും പരിവാരങ്ങളുടെയും പ്രവർത്തനങ്ങളും പുതിയ സണ്ണിക്കുട്ടി പൗഡർ ഇട്ട് വെളുപ്പിച്ച് രംഗത്തേക്ക് വരുന്നവരെ കണ്ടിട്ട് അദ്ദേഹം മൂക്കത്ത് കൈവച്ച് ചോദിച്ച ചോദ്യമാണ്. ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഷോ ഓഫ് കാണുമ്പോൾ ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ തവണ പുനലൂർ സീറ്റ് തന്നാൽ മത്സരിക്കാമെന്ന് അറിയിച്ച വ്യക്തിയാണ്. കോൺഗ്രസിനോട് വല്ലാത്ത ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന ജഡ്ജി. ആ ജഡ്ജിയേമാണ് ഈ രീതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വെറുതെ ആയിരിക്കും.